എൻ്റെ നാശമേ, ഇതെന്തൊരു കിതാബാണ് പടച്ച റബ്ബേ. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ, ഒരു ചെറുതും വലുതും വിട്ടുപോയില്ലല്ലോ റബ്ബേ. ഇതെന്തൊരു കിതാബാണ് റബ്ബേ, ഇതെന്തൊരു ഗ്രന്ഥമാണ്. പരിശുദ്ധ റമദാനിൻ്റെ ഒന്നാമത്തെ ദിനം അവൻ ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ചെലവഴിക്കാൻ നമുക്ക് സാധിച്ചു. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇസ്ലാമിക ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു ചരിത്രമാണ് ഹാറൂൺ റഷീദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രം. അദ്ദേഹം തൻ്റെ അരികിലുള്ള പണ്ഡിതന്മാരോട് അദ്ദേഹം പറയാറുണ്ടായിരുന്നു, നിങ്ങളിടക്കൊക്കെ എന്നെ ഉപദേശിക്കണം. കുറേ വാചകങ്ങളിലല്ല, ചെറിയ വാചകങ്ങളിൽ. ഒരിക്കലൊരു പണ്ഡിതൻ ഹാറൂൺ റഷീദിനോട് ചോദിക്കുന്നുണ്ട്, 22ഓളം വരുന്ന രാജ്യങ്ങളുടെ ഭരണം അത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഹാറൂൺ റഷീദിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളൊരു ദിവസം നന്നായിട്ട് ദാഹിക്കുകയാണ്, ഒരു നിലക്കും വെള്ളം കിട്ടുന്നില്ല. ഒരാൾ വന്നിട്ട് നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ രാജ്യത്തിൻ്റെ പകുതി ഭാഗം കൊടുത്താൽ നിങ്ങൾക്ക് വെള്ളം തരാം. നിങ്ങൾ എന്ത് ചെയ്യും? ഹാറൂൺ റഷീദ് എന്ന് പറയുന്ന പ്രഗത്ഭനായ പണ്ഡിതനും ഖലീഫയും മറുപടി പറഞ്ഞു, എൻ്റെ രാജ്യത്തിൻ്റെ പകുതി കൊടുത്തിട്ടാണെങ്കിലും ഞാൻ വെള്ളം കുടിക്കും. പണ്ഡിതൻ രണ്ടാമത് പറഞ്ഞു, നിങ്ങൾ വെള്ളം കുടിച്ചു, ഒരു നിലക്കും അത് പുറത്തു പോകുന്നില്ല. അപ്പോഴാണ് വൈദ്യം പറയുന്നത്, നിങ്ങളെ രാജ്യത്തിൻ്റെ പകുതി കൊടുത്താൽ നിങ്ങളെ ശരീരത്തിലുള്ള വെള്ളം നമുക്ക് പുറത്താകാനുള്ള വഴി കണ്ടെത്താം. നിങ്ങളെന്ത് ചെയ്യും? അദ്ദേഹം പറഞ്ഞു, എൻ്റെ രാജ്യത്തിൻ്റെ പകുതി വെള്ളം കൊടുത്തിട്ടാണ്, എൻ്റെ രാജ്യത്തിൻ്റെ പകുതി ഭാഗം കൊടുത്തിട്ടാണെങ്കിലും എൻ്റെ ശരീരത്തിന് ആശ്വാസം കിട്ടുമെങ്കിൽ ഞാനത് ചെയ്യും. ആ പണ്ഡിതൻ ഒരു ഗ്ലാസ് വെള്ളം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഹാറൂൺ റഷീദിനോട് പറയുന്നു, ദുനിയാവെന്ന് പറയുന്നത് 22 രാജ്യങ്ങളെ ഭരിക്കുന്ന ഒരു ഖലീഫ എന്ന് പറയുന്ന നിങ്ങൾ അറിയേണ്ടത്, ഈ ദുനിയാവിനും ഈ ദുനിയാവിലെ സുഖങ്ങൾക്കും ഈ വെള്ളത്തിൻ്റെ വില പോലുമില്ല. ഹാറൂൺ റഷീദിൻ്റെ കണ്ണു തുറപ്പിച്ചൊരു ചരിത്രമായിരുന്നു. അപ്പം നമ്മളേറ്റവും പ്രധാനമായി തിരിച്ചറിയേണ്ടത്, നമ്മുടെ ജീവിത ലക്ഷ്യമെന്ന് പറയുന്നത് ഒരിക്കലും ദുനിയാവിലെ ജീവിതമല്ല, ദുനിയാവിലെ ആസ്വാദനങ്ങളല്ല, മറിച്ച് ബഹുമാന്യനായ ആരിസ് മൗലവി പറഞ്ഞതുപോലെ ആഖിറമാണ് നമ്മുടെ ലക്ഷ്യം. ദുനിയാവിലെ ജീവിതം ഏത് സമയത്തും അവസാനിക്കും. നിങ്ങളൊന്ന് ആലോചിച്ചു, ഒരു 13 വയസ്സ് മുതൽ ഒരു 22-23 വയസ്സ് വരെ പഠനത്തിൻ്റെ കാലഘട്ടമാണ്. മരിച്ചു പഠിക്കുകയാണ്. എന്തിനാ പഠിക്കുന്നത്? ഒരു ലക്ഷ്യത്തിലെത്തണം. ഒരു 60 കൊല്ലാണ് നമ്മളിവിടെ ജീവിക്കുക. 60 കൊല്ലം മിനിമം നമ്മളിവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ ഇനി വരാനിരിക്കുന്ന 40 കൊല്ലം എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ +2, നമ്മുടെ ഡിഗ്രി, നമ്മുടെ പഠനകാലമാണ്. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് ഇരുന്നിട്ട് പഠിക്കും. അങ്ങനെ പഠനം കഴിഞ്ഞ് അടുത്ത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്താണ്? എങ്ങനെയെങ്കിലും ഒരു നല്ല ജോലി കിട്ടണം. ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓടുന്നത് എന്തിൻ്റെ പിന്നാലെ? ഒരു നല്ല കല്യാണം വേണം, നല്ലൊരു കുടുംബം വേണം. അങ്ങനെ നല്ലൊരു കല്യാണം കഴിച്ചു, കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ ഇടയിൽ മക്കളാകുന്നു. പിന്നെ നമ്മൾ ഓടുന്നത് ആർക്ക് വേണ്ടിയാണ്? മക്കൾക്ക് വേണ്ടിയാണ്. ഖുർആൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഖുർആൻ പറയുന്നൊരു കാര്യമുണ്ട്, കല്ല ബൽ തുഹിബ്ബൂനൽ ആജില. നമുക്ക് പ്രായപൂർത്തിയും പക്വതയും എത്തിയ അന്ന് മുതൽ നമ്മൾ ഓടുന്നത് ദുനിയാവിന് വേണ്ടിയാണ്. എൻ്റെ പഠനം, എൻ്റെ ജോലി, എൻ്റെ വിവാഹം, എൻ്റെ മക്കൾ, എൻ്റെ വീട്.
എൻ്റെ ഖബറിനെക്കുറിച്ച്, എൻ്റെ പരലോകത്തെക്കുറിച്ച്, എൻ്റെ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ട ഗൗരവതലത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇസ്ലാമിക ചരിത്രം പഠിക്കുമ്പോൾ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി ഖബറിൻ്റെ അടുത്തൂടെ ഇങ്ങനെ നടന്നു പോകും. എന്നിട്ട് ഖബറിൻ്റെ അടുത്തൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഖബറാളികളോട് ഇങ്ങനെ സംസാരിക്കുന്നതാണ്. അദ്ദേഹം സംസാരിക്കുന്നത് എന്താ അറിയോ? യാ അയ്യത്തുഹൽ മഖാബിർ, ഖബർ കിടക്കുന്ന മനുഷ്യന്മാരെ, കം ഫീക മിൻ ഹബീബ്, ഈ ഖബറിലൊക്കെ എത്ര പ്രിയപ്പെട്ടവരാണ് എൻ്റെ കിടക്കുന്നത്. കം ഫീക മിൻ ഖരീബ്, എൻ്റെ അടുത്ത എത്ര ബന്ധുക്കളാണ് ഈ ഖബറുകളിലൊക്കെ കിടക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്ന വാചകം എന്താ അറിയാ? മൗത്ത്, മരണമേ, മദാ ഫഅൽത മിൻ നഹിബ്ബ, എൻ്റെ കുടുംബക്കാരെ, എൻ്റെ സുഹൃത്തുക്കളെ നീ എന്താണ് ചെയ്തത് എന്ന് അദ്ദേഹം ചോദിക്കുന്നതാണ്. അദ്ദേഹം പറയാണ്, മരണം എന്നോട് പറയും അക്കൽത്തുൽ ഐനൈൻ, ഞാൻ അവരുടെ കണ്ണുകൾ തിന്നു, അവരുടെ കവിളുകൾ തിന്നു, അവരുടെ നെറ്റിയിലെ കഫൻപടമ മാറ്റി ഞാൻ അവരെ പൂർണ്ണമായും തിന്നു എന്ന് മരണം എന്നോട് പറയുമെന്ന് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പം മരണത്തെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടാകണം. എന്നാൽ ആ ചിന്തയും ബോധവും ഖുർആൻ അടുത്ത വാചകത്തിൽ പറയുന്നു, വതദറൂനൽ ആഖിറ, അത് നിങ്ങൾ മറന്നു കളയുന്നു, അത് നിങ്ങൾ വിട്ടേച്ച് കളയുന്നു എന്ന് പരിശുദ്ധമായ ഖുർആനാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ ദുനിയാവിലെ സമ്പത്തും മക്കളുമെല്ലാം അതൊക്കെ ഉറപ്പില്ലാത്തതാണ്. എന്നാൽ ഉറപ്പില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. മരണം അത് ഉറപ്പുള്ളതാണ്, അതിൽ യാതൊരു സംശയവുമില്ല. മരണാനന്തര ജീവിതം അത് ഉറപ്പുള്ളതാണ്. ഖബർ ജീവിതം അത് ഉറപ്പുള്ളതാണ്. നാളെ പരലോകത്ത് വിചാരണ അത് ഉറപ്പുള്ളതാണ്. നാളെ പരലോകത്ത് സ്വർഗമുണ്ട്, നരകമുണ്ട്, സിറാത്തുണ്ട്, മീസാനുണ്ട്, ഇതൊക്കെ ഉറപ്പുള്ളതാണ്. ഈ ഉറപ്പുള്ളതിന് വേണ്ടി ദുനിയാവിലെ ഏത് സമയത്തും നഷ്ടപ്പെടുന്നതിനെ വിസ്മരിക്കാനും അതിനേക്കാളും പ്രാധാന്യം കൊടുക്കാനും നമുക്കെന്നാണോ സാധിക്കുന്നത്, അന്ന് മാത്രമാണ് നമ്മുടെ ജീവിതം വിജയത്തിലേക്ക് എത്തുകയുള്ളൂ. നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ ലക്ഷ്യം നമുക്ക് സാക്ഷാത്കരിക്കാൻ കഴിയുകയുള്ളൂ. ഖുർആൻ പറയുന്നുണ്ട്, എന്തിനാ മനോഹരമായൊരു ജീവിതം നമുക്ക് നൽകിയത്? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ് ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യരെയും ജിന്നുകളെയും ഞാൻ സൃഷ്ടിച്ചത്, ദുനിയാവിൽ മനോഹരമായ ജീവിതം ഞാൻ നൽകിയത് എന്നെ മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിക്കുവാനാണ്. എന്താണ് ഈ ആരാധന എന്ന് പറഞ്ഞാൽ? അള്ളാഹ് ഇഷ്ടപ്പെടുന്ന വാക്കുകൾക്കും പ്രവർത്തനങ്ങൾക്കും പറയുന്ന പേരാണ് ഇബാദത്ത് എന്നത്. അപ്പോൾ ഈ ജീവിതം നമുക്ക് നൽകിയത് അവൻ ഇഷ്ടപ്പെട്ടൊരു ജീവിതം നയിക്കാനാണ്. അവൻ ഇഷ്ടപ്പെട്ട ജീവിതം നയിച്ചാൽ മാത്രമേ അവൻ ഇഷ്ടപ്പെട്ട സ്വർഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയുള്ളൂ എന്ന ബോധം നമ്മുടെ മനസ്സിലുണ്ടാകണം. അതുകൊണ്ടാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മരിക്കുന്ന സമയത്ത് അദ്ദേഹം കരയുന്നൊരു രംഗം പറയുന്നുണ്ട്. ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്തിനാണ് കരയുന്നത്? അതിന് അദ്ദേഹം പറയുന്ന മറുപടി, അസ്സഫറു ത്വവീൽ, എനിക്ക് സഞ്ചരിക്കാനുള്ള ദൂരം ഒരുപാടാണ്. മരണത്തിന് ശേഷം എനിക്ക് സഞ്ചരിക്കാനുള്ളത് ഒരുപാട് ദൂരമാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഫസാദു ഖലീൽ, എൻ്റെ കയ്യിലൊന്നുമില്ല. ആരാ പറയുന്നത്? അബൂ ഹുറൈറ. സഹാബിമാർ മുഴുവനും സ്വർഗത്തിലാണെന്ന് പഠിപ്പിക്കപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെയാണ് പറയുന്നത്. അദ്ദേഹമാണ് പറയുന്നത്, എൻ്റെ കയ്യിലൊന്നുമില്ല. ഭക്ഷണം കഴിക്കാതെ മദീനയുടെ പള്ളിയിൽ ബോധരഹിതനായി വീണുപോയ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവാണ് പറയുന്നത്, എൻ്റെ കയ്യിലൊന്നുമില്ല. വൽമൗതു ഖരീബ്, മരണം ഇത് എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, മരണാനന്തര ജീവിതത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു എന്ന ചിന്തയും ബോധവും ഒരാത്മപരിശോധനയുമാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായി കടന്നു വരേണ്ടത്. അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു, ഇസ്ലാമിക ചരിത്രത്തിലെ മഹാരഥന്മാർ, അവരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നൊരു വാചകമുണ്ട്, യഅമൽ ലിദുനിയാക, നിൻ്റെ ദുനിയാവിന് വേണ്ടി നീ ജീവിക്കേണ്ടത്, പണിയെടുക്കേണ്ടത്, കഅന്നക തഈശു അബദ,
ഈ ലോകത്തൊരുപാട് കാലം ജീവിക്കുമെന്ന ചിന്തയോടുകൂടിയാണ്. ഏത് ഇവിടെ ഒരുപാട് കാലം 10-60-90 കൊല്ലെങ്കിലും ഞാനിവിടെ ജീവിക്കും എന്നൊരു കൺസെപ്റ്റോടു കൂടിയാണ് എന്ത് ചെയ്യേണ്ടത്? ദുനിയാവിന് വേണ്ടി പണിയെടുക്കേണ്ടത്. യഅമൽ ലി ആഖിറതിക, പരലോകത്തിന് വേണ്ടി നീ പണിയെടുക്കേണ്ടത് കഅന്നക തമൂതു ഗദൻ, നാളെ മരിക്കുമെന്ന ചിന്തയോടുകൂടിയായിരിക്കണമെന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. പക്ഷേ നമ്മൾ ദുനിയാവിന് വേണ്ടി പണിയെടുക്കുമ്പോൾ നാളെ ഞാൻ ഉണ്ടായില്ലെങ്കിലും എൻ്റെ മക്കൾ കഷ്ടപ്പെട്ടുമില്ലേ? അതാണ്. ആഖിറത്തിന് വേണ്ടി പണിയെടുക്കുമ്പോൾ ഇനി എത്ര കാലം എനിക്ക് ജീവിക്കാം? എങ്ങനെയാ? മക്കളെ കെട്ടിച്ചിട്ട് എന്ത് ചെയ്യുക? അന്നാകാം, ഹജ്ജിനൊക്കെ പോവാം. അങ്ങനെ ആളുകളുടെ കൺസെപ്റ്റ് അതാ. മക്കളെ കെട്ടിച്ചിട്ട് ഹജ്ജിന് പോയാൽ മതി അല്ലേ, ബാധ്യതകളൊക്കെ തീരട്ടെ എന്നിട്ടൊക്കെ അല്ലേ. ചില ആൾക്കാർ പറയും ഒരു 40-45 വയസ്സൊക്കെ ആവട്ടെ എന്നിട്ട് എന്ത് ചെയ്യുക? ജമാഅത്തിനൊക്കെ കൃത്യമായിട്ട് പള്ളിയിൽ പോവുക. അതെന്താ അതുവരെ? നമ്മളത്രയും കാലം ആഖിറത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ ഒരുപാട് കാലം ജീവിക്കുന്നുള്ളൊരു കൺസെപ്റ്റാണ്. അത് നേരെ തിരിച്ചാണ്. നാളെ മരിക്കുമെന്ന ചിന്തയോടുകൂടി ആഖിറത്തിന് വേണ്ടി നീ പണിയെടുക്കണം. ദുനിയാവിന് വേണ്ടി പണിയെടുക്കുമ്പോൾ ഒരുപാട് കാലം ഇവിടെ ജീവിക്കുമെന്ന ബോധത്തോടുകൂടി പണിയെടുക്കണമെന്നാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, മരിക്കുമെന്ന ബോധം മനസ്സിലുണ്ടാകണം. മരിക്കുന്ന ഘട്ടത്തിൽ ഈ ദുനിയാവിനെ ആഖിറത്തിന് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നമ്മളെ സങ്കടപ്പെടുന്ന രംഗം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മരണത്തിൻ്റെ മലക്കുകൾ നമ്മുടെ അടുക്കലേക്ക് കടന്നു വരും. നമ്മുടെ ആത്മാവിനെ ഇവർ പിടിച്ചു കൊണ്ടുപോകും. ആ സന്ദർഭത്തിൽ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, വലൗ തറ ഇദിൽ ലാലിമൂൻ, അക്രമികൾ നിങ്ങൾക്ക് കാണാം, ഫി ഗമറാത്തിൽ മൗത്ത്, മരണത്തിൻ്റെ മലക്കുകൾ വന്ന് റൂഹ് പിടിക്കുന്ന മരണസമയത്ത് നിനക്ക് അക്രമികളെ കാണാം. മലക്കുകൾ അവരുടെ നേരെ കൈകൾ നീട്ടിക്കൊണ്ട് ആത്മാവിനെ പിടിക്കാൻ വേണ്ടി മലക്കുകൾ അവരോട് ആത്മാവ് പുറത്തിറങ്ങാൻ വേണ്ടി ആവശ്യപ്പെടും. ജീവിതത്തിൽ ഇന്ന് വരെ മലക്കുകളെ കാണാത്ത അവരുടെ ആത്മാവ് പേടിച്ച് ഉള്ളിലേക്ക് വലിഞ്ഞു പോകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മലക്കുകൾ അവരുടെ പുറത്തടിക്കുന്നു, മലക്കുകൾ അവരുടെ മുഖത്തടിക്കുന്നു, എന്നിട്ട് അവരോട് പുറത്തേക്കിറങ്ങാൻ വേണ്ടി ആവശ്യപ്പെടുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ. അവിടെയാണ് മനുഷ്യൻ വേദനയോടുകൂടി പറയുന്നത്, കല്ലാ ഇദാ ബലഗതി തറാഖി വഖീല മൻ റാഖ്. അവിടെ അന്വേഷിക്കും, മരണത്തിൻ്റെ മലക്ക് വന്ന് റൂഹിനെ അങ്ങോട്ട് പിടിച്ചുകൊണ്ടുപോകുമുണ്ടല്ലോ, മരിക്കുകയാണെന്ന് അങ്ങോട്ട് ബോധ്യപ്പെടുമുണ്ടല്ലോ, ഞാനിത് പോവുകയാണ്, ഇനി എനിക്കൊരു തിരിച്ചു വരവില്ല എന്ന് ബോധ്യപ്പെടുന്ന സമയത്ത് മനുഷ്യന്മാർ പറയാണ്, വഖീല മൻ റാഖ്, 4 പാടും നോക്കിയൊക്കെ എന്നെ ആരെങ്കിലും രക്ഷപ്പെടുത്തുന്ന ഒരു രക്ഷകനുണ്ടോ? എൻ്റെ വാചകം കേൾക്കാൻ, എൻ്റെ വാക്കുകൾ കേൾക്കാൻ, എനിക്കൊരു സഹായം തരാൻ. നമ്മളിങ്ങനെ തിരിഞ്ഞു നോക്കുന്നതാണ്. വലന്ന അന്നഹുൽ ഫിറാഖ്, അവിടെ നമുക്ക് ബോധ്യപ്പെടും ഇതെനിക്ക് തിരിച്ചു പോകാൻ കഴിയില്ല, ഇതെൻ്റെ മരണമാണ്, ഇനി എനിക്കൊരു തിരിച്ചു പോക്കില്ല. വൽതഫത്തിസാഖു ബിസാഖ്, കണങ്കാലുകൾ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് വേദനകൾ കടിച്ചമർത്തും. കണങ്കാലുകൾ ഇങ്ങനെ കൂട്ടിപ്പിടിക്കും. എന്നിട്ടവൻ പറയും, ഫലാ സ്വദ്ദക വലാ സ്വല്ല, വിശ്വസിക്കേണ്ടത് വിശ്വസിച്ചില്ലല്ലോ, നിസ്കരിക്കേണ്ട സമയത്ത് നിസ്കരിച്ചില്ലല്ലോ, വലാകിൻ കദ്ദബ വതവല്ല, പടച്ചോനെ ഞാനതൊക്കെ കളവാക്കി തള്ളിക്കളഞ്ഞല്ലോ എന്ന് മരിക്കുന്ന നേരത്ത് നമ്മൾ എന്തിനെക്കുറിച്ചാണ് പറയണത്? ആഖിറത്തിന് വേണ്ടിയുള്ള അമലി ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സങ്കടപ്പെടും. ഈ ഒരു ദുരനുഭവം നമുക്ക് വരാതിരിക്കാൻ ഈ ദുനിയാവ് നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഏത് സമയത്ത് ആ മരണം വരിക നമുക്ക് ആർക്കെങ്കിലും അറിയോ പ്രിയപ്പെട്ടവരെ? ഇപ്പം ഞാൻ ഇന്നലെ വരുന്ന സമയത്ത് എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് എന്നെ വിളിച്ചു, എന്നോട് പറഞ്ഞു, മോക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്, ഞാനൊന്നുകൂടെ കൊണ്ടുപോവാണ്. അപ്പോൾ കഴിഞ്ഞ റമദാനിൽ എൻ്റെ പ്രസംഗത്തിൽ, കഴിഞ്ഞ റമദാനിൽ എൻ്റെ രണ്ടാമത്തെ പ്രസംഗമാണെന്ന് തോന്നുന്നു, അന്ന് ഞാനിവിടെ വന്നപ്പോൾ ഞാനത് പറഞ്ഞിരുന്നു. വാപ്പ ആകെ ഒരു മകളേ ഉള്ളൂ, മകള് കോഴിക്കോട് പഠിക്കുകയാണ്, തിരിച്ച് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് അവളെ വിളിച്ചു പറഞ്ഞാണ്, മോളെ പിന്നെ വാപ്പ ഇവിടെ ഉണ്ടാവും, നോമ്പുറക്കാനുള്ള ഭക്ഷണമൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ഒരു പേടിയും പഠിക്കേണ്ട, മെല്ലെ സാവകാശം ഇറങ്ങി വന്നാൽ മതി. അവൾ ട്രെയിന് നിർത്തുന്ന സമയത്ത് എന്താ വെച്ചാൽ ഉറങ്ങിപ്പോയി. അപ്പോൾ ട്രെയിൻ അങ്ങോട്ട് എടുത്തതിന് ശേഷമാണ് അവൾ ഉണരുന്നത്. ഉണർന്ന ഉടനെ എന്ത് ചെയ്യും, ട്രെയിൻ മൂവ് ആയി. അപ്പം എന്ന് വെച്ചാൽ ഇവൾ ചാടി ഇറങ്ങിയിട്ട് റെയിൽവേ ട്രാക്കിൻ്റെയും ട്രെയിനിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ കുടുങ്ങിപ്പോയി.
ആ കുട്ടി ഒരു 3 സർജറിയോളം കഴിഞ്ഞു, ഇതുവരെ റിക്കവറായി വന്നിട്ടില്ല. ആ കുട്ടി കഴിഞ്ഞ ദിവസം പിന്നെ ബെഡിലിങ്ങനെ കിടക്കുക, വാപ്പ ഇങ്ങനെ എഴുന്നേൽപ്പിക്കും, ഇരുത്തും, ഈ ഒരു അവസ്ഥയാണ്. എൻ്റെ ഇടയിൽ കഴിഞ്ഞ ദിവസം എന്ന് വെച്ചാൽ ബെഡുമെന്ന് എന്തോ ചെയ്തതാണ്, താഴേക്ക് വീണ് കൈ എന്ത് ചെയ്തു, പൊട്ടി. അപ്പം ഞാൻ പറയണത് എന്താ വെച്ചാൽ, പടച്ചോ നമുക്ക് ഇതൊക്കെ തന്നു, ഇതൊക്കെ എന്തിനാണ് നമുക്ക് തന്നത്? അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളെ പ്രിയപ്പെട്ട സുഹൃത്ത് പിന്നെ മിംസ് ഹോസ്പിറ്റൽ അഡ്മിറ്റാണ്. അദ്ദേഹത്തിൻ്റെ 2 നെർവുകളാണെന്ന് എൻ്റെ ഓർമ്മ ബ്ലോക്കായത്. അതിൽ ഒരു നെർവിൻ്റെ ധർമ്മം എന്താ അറിയോ? നിലവിൽ വായിലേക്ക് വെച്ച ഭക്ഷണം അവിടുന്ന് തൊണ്ടയിൽ നിങ്ങളുടെ താഴത്തിറക്കുക എന്നുള്ളതാണ്. വായിൽ നിറഞ്ഞു നിൽക്കുന്ന ഉമിനീര് ഇറക്കാൻ പറ്റുന്നില്ല, ഒരു ഉമിനീര് പോലും ഇറക്കാൻ പറ്റുന്നില്ല, ഒരു നെർവ് സ്റ്റക്കായതാണ്. എന്നിട്ട് ഭാര്യ ഒരു ടവലെടുത്തിട്ട് 2 ഭാഗത്തും തുടച്ചു കൊടുക്കാൻ. നമ്മൾ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ അമാതന വ ഇലൈഹിൻ നുശൂർ എന്ന് വെറുതെ നമ്മൾ രാവിലെ പറയണത്. ഇതൊക്കെ തന്നതാരാ? ഇതൊക്കെ തന്ന പടച്ചോൻ. ഇതൊക്കെ എന്തിനാ നമുക്ക് പടച്ചോൻ തന്നത്? അവന് ശുക്ർ ചെയ്ത് ജീവിക്കാനാണ്, അവന് നന്ദി ചെയ്ത് ജീവിക്കാനാണ്, ആഖിറത്തിന് വേണ്ടി ജീവിക്കാനാണ്. പക്ഷേ ഇതൊക്കെ തന്നാൽ ഇതൊക്കെ മനുഷ്യന്മാരങ്ങോട്ട് മറക്കും, എല്ലാം മറക്കും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങളെ തിരൂരിലൊരു സഹോദരൻ, എൻ്റെ പെങ്ങൾ ക്യാൻസർ വന്നിട്ട് കീമോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കീമോൻ്റെ സൈഡ് എഫക്റ്റായിട്ട് അന്നനാളം ചുരുങ്ങിപ്പോയി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 1 ഗ്ലാസ് ജ്യൂസ് അടിച്ച കഞ്ഞിവെള്ളം വയറിൻ്റെ ഉള്ളിൽ എത്തണമെങ്കിൽ 1.5 മണിക്കൂർ ടൈമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 1.5 മണിക്കൂർ ടൈമാണ് 1 ഗ്ലാസ് കഞ്ഞിവെള്ളം വയറ്റിൻ്റെ ഉള്ളിൽ എത്തണമെങ്കിൽ. നമുക്കാർക്കെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. മനോഹരമായ ജീവിതം നൽകി, നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ നൽകി. ഇതൊക്കെ പടച്ചോൻ തന്നത് പടച്ചോനെ ശുക്ർ ചെയ്ത് ജീവിക്കാനാണ്. എന്നാലും ഇതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. മരിക്കുന്ന സമയത്ത്, റൂഹങ്ങട് പിടിക്കുന്ന സമയത്ത് നമ്മൾ പടച്ചോനോട് പറയും, പടച്ചോൻ ഇനി ഞാൻ നല്ലത് ചെയ്യാം. അള്ളാഹ് ഇവിടുന്ന് പറയും. എന്താ പറയാന്നറിയോ? ഇല്ല, 1 സെക്കൻഡ്, 1 മൈക്രോ സെക്കൻഡ്, 1 നാനോ സെക്കൻഡെങ്കിലും നീട്ടിത്തരുമോ എന്ന് പടച്ച റബ്ബിനോട് കരഞ്ഞ് കേണ് പറയുമ്പോൾ അള്ളാഹ് പറയും, ലാ യസ്തഖിറൂന സാഅത്തൻ വലാ യസ്തഖദിമൂൻ. 1 നാഴിക നേരം, 1 സെക്കൻഡ് അതുപോലും നിങ്ങൾക്ക് തിരിച്ചു തരൂല. എന്നിട്ട് അവർ പറയണ എന്താ അറിയോ? എന്താ കിട്ടിയാൽ എന്താ ചെയ്യുക? മരിക്കുന്ന സമയത്ത് കുറച്ച് സമയം കൊടുത്തു, കിട്ടിയാൽ എന്താ ചെയ്യുക? അവർ പറയുന്ന വാചകം എന്താ അറിയോ? ലഅല്ലി അഅമലു സ്വാലിഹ, ഞാൻ നല്ലത് ചെയ്യാം, ഞാൻ ചെയ്യാത്ത നന്മകളൊക്കെ ഇനി ചെയ്യാം, ഞാൻ നിസ്കരിക്കാം, നോമ്പെടുക്കാം, ഖുർആൻ ഓതാം, ദിക്റുകൾ ചൊല്ലാം, നല്ല ഭർത്താവാകാം, നല്ല ഭാര്യയാകാം, നല്ല മകനാകാം, നല്ല മാതാപിതാക്കളാകാം, നല്ല അയൽവാസിയാകാം, നല്ല അയൽവാസിനിയാകാം, നല്ല പ്രബോധകനാകാം, നല്ല മനുഷ്യനാകാം, എല്ലാവർക്കും നന്മ ചെയ്യുന്നവനാകാം എന്ന് മരിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്ന. പിന്നെ ആവശ്യമില്ല. അള്ളാഹ് പറയും, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അതൊക്കെ വെറും വർത്തമാനമാണ്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ, ഇനി വരാനുള്ളത് മരണത്തിന് ശേഷം ഒരു ബർസഖിയായ ജീവിതമാണെന്ന് അവനോട് പറയുമെന്ന് പരിശുദ്ധമായ ഖുർആനാണ്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ. ഇനി നമുക്ക് മരിച്ച് വീട്ടിൻ്റെ ഉള്ളിൽ 2 പലകളുള്ള കട്ടിലിൻ്റെ മുകളിൽ നമ്മളെ കൊണ്ടുവന്ന് കിടത്തി കഴിഞ്ഞിട്ട് നമ്മളേറ്റവും പ്രിയപ്പെട്ട ഉമ്മ ചോദിക്കുന്ന ചോദ്യം എന്താ അറിയോ? മോനേന്ന് വിളിച്ച് ഉമ്മ ചോദിക്കുന്ന ചോദ്യം എന്താ അറിയോ? മയ്യത്തപ്പളാ കുളിപ്പിക്കുന്നത്? പേര് മാറി, സെക്കൻഡുകൾ കൊണ്ട് പേര് മാറി. മയ്യത്തപ്പളാ കുളിപ്പിക്കുന്നത്? മോനേന്ന് മാത്രം വിളിച്ച് ഉമ്മ ചോദിക്കുകയാണ്, മയ്യത്തപ്പളാ കുളിപ്പിക്കുന്നത്? മയ്യത്തപ്പളാ കഫൻ ചെയ്യുന്നത്? മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് 2 പലകളുള്ള കട്ടിലിൻ്റെ മുകളിൽ വെച്ച് അവിടെ വെള്ളത്തുണി വിരിച്ച് എല്ലാവരും കണ്ട് പെണ്ണുങ്ങളൊക്കെ നിസ്കരിച്ച് വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടുപോകാൻ. ഭാര്യനോട് ചോദിക്കും, മക്കളോട് ചോദിക്കും, ഭർത്താവിനോട് ചോദിക്കും, എല്ലാവരും കണ്ട് അല്ലേ? വീട്ടിൽ നിന്ന് ലാസ്റ്റ് ഇറക്കിക്കൊണ്ടുവന്ന സമയത്തുണ്ട് ഒരു തേങ്ങൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന്. അതെന്താ അറിയോ? അതൊരു വല്ലാത്ത തേങ്ങലാണ്. നിൻ്റെ ഭർത്താവിനെ കാണാൻ പറ്റൂലല്ലോ എന്നുള്ള സങ്കടം കൊണ്ടുള്ള തേങ്ങലാണ്. കൊണ്ടുപോകും പള്ളിയിലേക്ക്, 6 അടി മണ്ണിലേക്ക്, പള്ളിക്കാട്ടിലെ കുറ്റിച്ചെടികളുടെ കൂരിരുട്ടിൽ 6 അടി മണ്ണിൻ്റെ കൂരിരുട്ടിലേക്ക് ഈ ശരീരം വെക്കും. എനിക്ക് ഉറപ്പാണ്, ഞാനിപ്പം മരിച്ചാൽ 4 മണിക്കുള്ളിൽ എൻ്റെ മയ്യത്ത് ഞങ്ങളുടെ ഖബർസ്ഥാനിലേക്ക് നിങ്ങൾ ഇറക്കി വെക്കും. എന്നിട്ട് തസ്ബീത്ത് ചൊല്ലി തിരിച്ചു പോരും. അവിടെ വരും 2 മലക്കുകൾ, ചോദിക്കും എന്നോട്, ചോദിക്കും നമ്മളോട്,
എന്താ ചോദിക്കുന്നത്? മൻ റബ്ബുക, ആരാണ് നിൻ്റെ റബ്ബ്? മൻ നബിയുക, ആരാണ് നിൻ്റെ നബി? മാ ദീനുക, ഏതാണ് നിൻ്റെ ദീന്? 60 കൊല്ലം ജീവിക്കാൻ അവസരം കിട്ടിയിട്ട്, 45 കൊല്ലം ജീവിക്കാൻ അവസരം കിട്ടിയിട്ട് സൃഷ്ടിച്ച റബ്ബിനെ പഠിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിക്കാൻ നമുക്ക് സമയം കിട്ടിയിട്ടില്ലെങ്കിൽ, ദീനുൽ ഇസ്ലാമിൻ്റെ ബാലപാഠങ്ങൾ അറിയാനും പഠിക്കാനും നമുക്ക് അവസരം കിട്ടിയിട്ടില്ലെങ്കിൽ, നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ, എന്തിനാ ഈ ജീവിതം? അവിടുന്ന് പറയും മലക്കുകളുടെ ചോദ്യത്തിന്, റബ്ബിയല്ലാ, എൻ്റെ റബ്ബ് അല്ലയാണ്, എൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബിയാണ്, എൻ്റെ ദീൻ ഇസ്ലാമാണ്. ഉടനെ തന്നെ മലക്കുകളുടെ ചോദ്യം എന്താ അറിയോ? നിനക്കെങ്ങനെയാണ് നീ എങ്ങനെയാണ് ഇതറിഞ്ഞത്, ഇത് പഠിച്ചത്? അവിടുന്ന് പറയുന്ന മറുപടി എന്താ അറിയോ? ആളുകളൊക്കെ അല്ലാഹ് എന്ന് പറയുന്നത് കേട്ടു, ഞാനും അങ്ങനെ പറഞ്ഞതാണ്. അറിഞ്ഞു പറഞ്ഞതല്ല. ഇവിടെ ഇരിക്കുന്നവരോട് മനസ്സ് തുറന്നിട്ട് ഞാൻ ചോദിക്കുകയാണ്, അല്ലാഹു എന്ന പദത്തിൻ്റെ അർത്ഥം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ, അവൻ്റെ വിശേഷണങ്ങൾ നമ്മളിൽ എത്ര പേർക്ക് അർത്ഥത്തോടു കൂടി അറിയാം? ആരാണ്? നമ്മുടെ സൃഷ്ടിച്ച സൃഷ്ടാവിനെക്കുറിച്ച് നമുക്ക് എത്ര വിവരമുണ്ട്, അറിവുണ്ട് എന്ന് ഒരാത്മപരിശോധന നടത്താനാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മുടെ റബ്ബിനെക്കുറിച്ച് നമുക്ക് എത്രത്തോളം അറിയാം? തിന്മകളിൽ നിന്ന് മനുഷ്യനെ തടുക്കുന്ന, രഹസ്യമായ തിന്മകളിൽ നിന്ന് മനുഷ്യനെ തടുക്കുന്ന പരിഹാര മാർഗങ്ങളെക്കുറിച്ച് പറയുന്നിടത്ത് മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞൊരു കാര്യം എന്താ അറിയോ? തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗം അള്ളാഹുവിനെ അറിയുക. എങ്ങനെ? ബി അസ്മാഇഹി വസിഫാത്തിഹി, അവൻ്റെ നാമങ്ങളിലൂടെ, അവൻ്റെ വിശേഷണങ്ങളിലൂടെ. അള്ളാഹ് എല്ലാം കാണുന്നവനാണ്, അള്ളാഹു പരിധിയില്ലാതെ കാണുന്നവനാണ് എന്നറിയുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ വ്യത്യാസമില്ലാതെ അറിയുന്നവനാണ് എൻ്റെ റബ്ബ്. ഞാൻ എങ്ങനെ തിന്മ ചെയ്യും, ഞാൻ എങ്ങനെ അധർമ്മം ചെയ്തും, എൻ്റെ ഉമ്മ കണ്ടില്ലെങ്കിലും വാപ്പ കണ്ടില്ലെങ്കിലും കുടുംബക്കാർ കണ്ടില്ലെങ്കിലും എൻ്റെ അള്ളാഹു അതറിയുമെന്ന ബോധവും ബോധ്യവും, അതാണ് അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവ് നമുക്ക് സമ്മാനിക്കുന്നത്. മഅരിഫത്തുൽ അബ്ദി റബ്ബ, ഒരാൾ അറിയേണ്ടത് പടച്ച റബ്ബിനെ കുറിച്ചാണ്. ഉസൂലു സലാസയിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല പറഞ്ഞു, മഅരിഫത്തുൽ അബ്ദി റബ്ബ, ഒരാൾ ആദ്യം പഠിക്കേണ്ടത് റബ്ബിനെ കുറിച്ചാണ്, പിന്നെ നബിയെക്കുറിച്ചാണ്, പിന്നെ ദീനിനെ കുറിച്ചാണ്. അത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാളെ ഖബർ ചെന്ന ചോദ്യമുണ്ട്, ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ നമുക്ക് പറ്റണം. അപ്പോൾ ചില ആൾക്കാരൊക്കെ പറയാൻ പറയും, വയസ്സൊക്കെ ആയില്ലേ, ഇനിയൊക്കെ പഠിക്കാൻ പറ്റുമോ? മനുഷ്യൻ്റെ ബുദ്ധിനെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണം. മനുഷ്യൻ്റെ ബുദ്ധി ഒരു കത്തി പോലെയാണ്, ഉപയോഗിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ മൂർച്ച ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ആരാ പറഞ്ഞത്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ദുബൈയിലൊരു ഹിഫ്ള് മത്സരം നടന്നു. അതിൽ ഫസ്റ്റ് റാങ്ക് നേടിയത് ആരാന്നറിയോ? 80 വയസ്സുള്ളൊരു വല്യമ്മയാണ്. 80 വയസ്സുള്ളൊരു വല്യമ്മ. ആരാ പറഞ്ഞത്? പഠനം, പ്രായം തടസ്സമാണ് പഠനത്തിനെന്ന്. അത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മളൊരു ധാരണ ഉണ്ടാക്കിയേക്കും. നമ്മളിങ്ങനെ വിചാരിക്കും ഇന്ന സമയത്ത് ഇന്നത് സംഭവിക്കും, അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കി വെച്ചതാണ്. അല്ലാതെ പ്രായം പഠനത്തിനൊരു തടസ്സമേ അല്ല. ഇങ്ങോട്ട് നോക്കൂ. പിന്നെ വേറെ ചില ആൾക്കാർ, സഹോദരിമാരൊക്കെ പറയാൻ എന്താ വെച്ചാൽ, ഞങ്ങൾക്ക് ഉമ്മനെ നോക്കണം, പ്രായമുള്ള ആൾക്കാരുണ്ട്, ഇപ്പോൾ വീട്ടിൽ നിന്ന് പോയിട്ട് പഠിക്കാനുള്ള സംവിധാനമൊന്നുമില്ല, അതിനൊരു പണിയുമില്ല, നിങ്ങളെ മൊബൈൽ ഓപ്പൺ ചെയ്തിട്ട് പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ദീന് കേൾക്കാനുള്ള ഏറ്റവും നല്ല അവസരമുണ്ട്. ലോകത്തറിയപ്പെട്ട മഹാരഥന്മാരായ പണ്ഡിതന്മാരാൽ വിരചിതമായ ഗ്രന്ഥങ്ങളെ മനോഹരമായി വിശദീകരിക്കുന്ന ക്ലാസ്സുകളുണ്ട്. കേൾക്കാനും പഠിക്കാനും അറിയാനും നമ്മൾ സമയം കണ്ടെത്തിയാൽ മാത്രം മതി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാളെ ഖബറിൽ നിരാശരാകാതിരിക്കാൻ നമുക്കെന്ത് വേണം? നമുക്കറിവ് നിർബന്ധമാണ്, ദീന് പഠിക്കൽ നിർബന്ധമാണ്. 3, പരലോകത്ത് റബ്ബിൻ്റെ മുന്നിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വവുദിഅൽ കിതാബ്, പരലോകത്ത് ഗ്രന്ഥങ്ങൾ കയ്യിലേക്ക് തരുന്നൊരു രംഗം വരാനുണ്ട്. ഫതറൽ മുജ്രിമീൻ, അക്രമികളായ മനുഷ്യരെ നിനക്ക് കാണാം അവിടെ. മുഷ്ഫിഖീന മിമ്മാ ഫീ, കയ്യിലേക്കൊരു ഗ്രന്ഥം ഇങ്ങോട്ട് തരും. ഗ്രന്ഥം കണ്ടിട്ട് ആ ഗ്രന്ഥത്തിലേക്ക് നോക്കിയിട്ട് പേടിച്ച്, മുഷ്ഫിഖീന എന്ന് പറഞ്ഞാൽ അറിയോ, പേടിച്ചിട്ട് വിറങ്ങലിച്ചിട്ട് അവരിങ്ങനെ നോക്കുന്നതാണ് ഗ്രന്ഥത്തിലേക്ക്. എന്നിട്ട് അവർ പറയുന്ന വാക്കെന്താ അറിയോ? വയഖൂലൂൻ, അവർ പറയും,
യാ വൈലതനാ മാ ലിഹാദൽ കിതാബ്, എൻ്റെ നാശമേ ഇതെന്തൊരു കിതാബാണ് പടച്ച റബ്ബേ. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ, ഒരു ചെറുതും വലുതും വിട്ടുപോയില്ലല്ലോ റബ്ബേ. ഇതെന്തൊരു കിതാബാണ് റബ്ബേ, ഇതെന്തൊരു ഗ്രന്ഥമാണ്. അവിടെ നമ്മൾ പറയുന്നത് ഒരു ചെറിയ കാര്യം, ഇത് ആരും അറിയാതെ ഞാൻ ചെയ്ത്, പാപ്പ അറിയില്ല, ആരും അറിയില്ല, എൻ്റെ റൂമെന്ന് ആരും അറിയില്ല, ഞാൻ മാത്രമേ അറിയുള്ളൂ. അത് പടച്ചോൻ അറിഞ്ഞല്ലോ, അത് ഈ രേഖയിലുണ്ടല്ലോ. ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കണം. എല്ലാം അവിടുന്ന് ചെയ്തത് മുഴുവനും അവിടെ വെച്ചിട്ട് ഹാജരാക്കുന്ന എത്രത്തോളം എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, വായക്ക് സീല് വെക്കും, എന്നിട്ടോ കൈകൾ സംസാരിക്കും. അല്യൗമ നഖ്തിമു അലാ ഫുവാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം, കൈകൾ സംസാരിക്കും, കാലുകൾ സാക്ഷി പറയും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിക്കുന്നത് കണ്ടപ്പോൾ സഹാബിമാർ ചോദിച്ചു, നബി നിങ്ങൾ എന്തിനാ ചിരിക്കുന്നത്? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു മനുഷ്യൻ അവൻ്റെ റബ്ബിനോട് സംസാരിക്കുന്ന സംസാരം കേട്ടിട്ട് ചിരിച്ചാണ്. അപ്പോൾ ചോദിച്ചു സഹാബിമാർ, അതെന്താ നബിയെ ഞങ്ങൾക്ക് പറഞ്ഞു തരും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, എന്താണെന്നറിയോ, ഒരാളെ നരകത്തിൽ ശിക്ഷിക്കാൻ വേണ്ടി എടുക്കണം, അയാളെ നരകത്തിലിട്ട് ശിക്ഷിക്കാൻ. അപ്പോൾ അയാൾ ചോദിക്കുകയാണ്, പടച്ചോനെ എന്നെ നരകത്തിൽ എന്തിനാ ഇട്ട് ശിക്ഷിക്കുന്നത്? ഞാൻ തെറ്റ് ചെയ്തു എന്നുള്ളതിന് എന്ത് തെളിവാ പടച്ചോനെ നിൻ്റെ അടുത്തുള്ളതെന്ന്. പടച്ചോനോടൊരു മനുഷ്യൻ ചോദിക്കാണ്, എന്നെ നരകത്തിലിടാൻ മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തത്, ഞാൻ തെറ്റ് ചെയ്തു എന്നതിന് എന്ത് തെളിവാ ഉള്ളത്? അല്ലാഹ് പറയാൻ, വകഫാ ബിനഫ്സിക അലൈക ഹസീബ, എടോ നീ തെറ്റ് ചെയ്തു എന്നതിന് സാക്ഷിയായി നിൻ്റെ ശരീരം മാത്രം മതി. ഫയുഖ്തമു അലാഫി, വായക്കങ്ങട് സീല് വെക്കും. എന്നിട്ട് ശരീരങ്ങളോട് പറയും, ഇൻതഖി, സംസാരിക്കും. കൈകൾ സംസാരിക്കും, കാലുകൾ സാക്ഷി പറയും. നിങ്ങൾ ശ്രദ്ധിക്കണേ, ശരീരത്തിലെ മുഴുവൻ എല്ലുകളും സംസാരിക്കും, ശരീരത്തിലെ മുഴുവൻ മാംസങ്ങളും സംസാരിക്കും, ശരീരത്തിലെ തൊലി സംസാരിക്കും. തൊലി സംസാരിക്കുമ്പോൾ മനുഷ്യൻ അവൻ്റെ തൊലിനോട് ചോദിക്കും, ലിമ ശഹിത്തും അലൈന, എന്തിനാണ് തൊലിയെ എനിക്കെതിരെ സംസാരിക്കുന്നത്? തൊലിനോട് നമ്മൾ ചോദിക്കും, എന്തിനാ തൊലിയെ? നിൻ്റെ സുഖത്തിന്, നിൻ്റെ ആസ്വാദനത്തിനല്ലേ ഞാനിതൊക്കെ ചെയ്തത്, പിന്നെ എന്തിനാ എനിക്കെതിരെ നീ സംസാരിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ തൊലി പറയുന്ന മറുപടി എന്താ അറിയോ? ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളെയും സംസാരിപ്പിക്കുന്നവൻ അള്ളാഹുവാണ്, ആ അള്ളാഹുവാണ് എന്നെയും സംസാരിപ്പിക്കുന്നത്, എനിക്ക് സംസാരിക്കാതിരിക്കാൻ കഴിയില്ല. തൊലി സംസാരിക്കും, കണ്ണുകൾ സംസാരിക്കും, ഭൂമി സംസാരിക്കും. എന്ത് തെറ്റാ നമ്മളൊക്കെ മറച്ചു വെക്കുക. ഈ റമദാൻ വന്നിട്ടും ഈ ചിന്തയും ബോധവും നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടില്ലെങ്കിൽ റമദാൻ നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല കേട്ടോ. ഈ ചിന്ത മനസ്സിൻ്റെ ഉള്ളിൽ പച്ചയായി നിലനിർത്താൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ റമദാനിലൊരൊറ്റ രാത്രി പോലും പടച്ചോൻ്റെ മുമ്പിൽ ആകാശത്ത് കൈ ഉയർത്തിയിട്ട് പടച്ചോനെ എൻ്റെ പാപങ്ങൾ എനിക്ക് പുറത്തു തരണേ എന്ന് പറയാൻ നമുക്ക് കഴിയൂല. വലിയ പ്രശ്നമാണ്. അവിടെ നോക്ക്, നാളെ പരലോകത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. എന്നിട്ട് നബി തങ്ങൾ പറയാണ്, തിന്മ ചെയ്തവനെ കൊണ്ടുപോകും. എവിടെ? പരലോകത്ത് കൊണ്ടുപോകും. നമ്മളിവിടെ ജനിച്ചു വീണത് എങ്ങനെയാണ്? നമ്മളിവിടെ ജനിച്ചു വീണത് നമ്മളൊറ്റക്കാണ് വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുപോവുക. വാപ്പ ഉണ്ടാവില്ല. നിങ്ങൾ നോക്കി, നമുക്ക് എന്തെങ്കിലും ഒന്ന് പറ്റിയാൽ എത്ര സുഹൃത്തുക്കളാണ്. നമുക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റിയാൽ ഹോസ്പിറ്റലിൽ വരാൻ എത്ര സുഹൃത്തുക്കളുണ്ട്. ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഉമ്മ ഉണ്ട്, ബന്ധുക്കളുണ്ട്, അയൽവാസികളുണ്ട്, സുഹൃത്തുക്കളുണ്ട്. വലിയൊരു വൃത്തം തന്നെ നമുക്ക് പറയാനുണ്ട്, നമ്മുടെ അടുക്കലേക്ക് വരാനുണ്ട്. പക്ഷേ ആഖിറത്തിലേക്ക് ചെല്ലുമുണ്ടല്ലോ, ആരും ഉണ്ടാവില്ല, നമ്മളൊറ്റക്ക. വലഖദ് ജിഅ്തുമൂനാ ഫുറാദ കമാ ഖലഖനാകും അവ്വല മറ. നമ്മൾ ജനിച്ചത് ഒറ്റക്ക, അതുപോലെ പടച്ചോൻ്റെ അടുത്ത് തിരിച്ചു പോകുന്നതും നമ്മൾ ഒറ്റക്കാണ്. എന്നിട്ട് ഖുർആൻ പറയാൻ, വലൗ തറാ ഇദിൽ മുജ്രിമൂൻ, അക്രമികളായ മനുഷ്യരെ നിങ്ങൾക്ക് കാണാം, നാകിസു റൂസിഹിം മിൻദ റബ്ബിഹിം, പടച്ച റബ്ബിൻ്റെ മുമ്പിൽ, അള്ളാഹുവിൻ്റെ മുമ്പിൽ തല താഴ്ത്തി അവർ നിൽക്കും. എന്നിട്ട് റബ്ബന, എന്നിട്ട് അവർ പറയും, അബ്സർന, ഞങ്ങൾ കണ്ടു പടച്ച റബ്ബേ, വസമിഅന, ഞങ്ങൾ കേട്ടു പടച്ച റബ്ബേ. നരകങ്ങൾ കാണുമുണ്ടല്ലോ, പരലോകത്തിൻ്റെ ഭയാനകതയും ഭീകരതയും നരകവും പാരത്രിക ലോകത്തിൻ്റെ അതിശക്തമായ ഭീകരമായൊരവസ്ഥ ഇങ്ങോട്ട് കാണുമുണ്ടല്ലോ. മനുഷ്യന്മാർ പറയും, റബ്ബന, ഞങ്ങളുടെ റബ്ബേ, അബ്സർന, ഞങ്ങൾ കണ്ടു റബ്ബേ, വസമിഅന, ഞങ്ങൾ കേട്ടു റബ്ബേ, ഫർജിഅന, ഞങ്ങളെ ഒന്ന് മടക്കി തരുമോ റബ്ബേ,
നഅമൽ സ്വാലിഹാ, ഞങ്ങൾ നല്ലത് ചെയ്യാൻ ഞങ്ങൾ റബ്ബേ. നിങ്ങൾ ആലോചിച്ചു, അവിടെയും പറയണെന്താ? ഖബറ്, മരണം, ഖബറ്, നരകത്തെ കാണുന്ന രംഗം. അവിടെ നിന്ന് പറയണെന്താ? പരലോകത്തിൻ്റെ ഭീകരമായ അവസ്ഥ. അവിടെ കണ്ടിട്ട് എന്താ പറയണത്? ഫർജിന, ഞങ്ങളൊന്ന് തിരിച്ചു കൊണ്ടുവരുമോ, നഅമൽ സ്വാലിഹ, ഞങ്ങൾ ചെയ്യാം. അടുത്ത വാചകം എന്താ അറിയോ? ഇന്നാ മുഖീനൂൻ, ഞങ്ങളിതൊക്കെ വിശ്വസിക്കാം. എന്ത്? മരണമുണ്ട്, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, അവിടെ വിചാരണ ഉണ്ട്, അവിടെ ഭീകരമായ അവസ്ഥയാണ്, അവിടെ സ്വർഗമുണ്ട്, അവിടെ നരകമുണ്ട്. ഇതൊക്കെ ഞങ്ങൾ ഇനി ഉറച്ച് വിശ്വസിക്കാം. എവിടുന്ന്? നരകം നേർക്ക് നേരെ കാണുമ്പം പറയാണ് ഞങ്ങൾ വിശ്വസിക്കാം. അല്ല പറയും വേണ്ട, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും വേണ്ട. നരകത്തിലേക്ക് മനുഷ്യനെ വലിച്ചെറിയുമ്പോൾ നരകത്തിൻ്റെ തീനാളങ്ങൾ വന്ന് മനുഷ്യൻ്റെ ശരീരത്തെ കാർന്ന് കാർന്ന് തിന്നുമ്പോൾ, നിങ്ങൾ നോക്ക്, ദുനിയാവിലൊരു തീപ്പട്ടിക്കൊള്ളി ഉരസിയിട്ട് വിരലിൻ്റെ തുമ്പിലൊന്ന് വെച്ചാൽ അല്ലോ കൈവലിക്കും, സഹിക്കാൻ പറ്റൂല. ആ ചൂടിൻ്റെ കൂടെ അതേ ചൂടുള്ള 69 ഇരട്ടി ചേർത്ത് വെച്ചാൽ അതാണ് നരകത്തിലെ ചൂട്. ആ ചൂട് വന്ന് മനുഷ്യൻ്റെ ശരീരത്തെ കാർന്ന് കാർന്ന് തിന്നുമ്പോൾ വഹും യസ്തരിഹൂന ഫീഹാ, എല്ലാം അട്ടഹസിക്കും. നരകത്തിൽ കിടന്നുകൊണ്ട് അവർ അട്ടഹസിക്കും. എന്നിട്ട് അവർ പറയും റബ്ബന, ഞങ്ങളുടെ റബ്ബേ, അഖ്രിജ്നാ നഅമൽ സ്വാലിഹാ, ഞങ്ങളൊന്ന് പുറത്തു കൊണ്ടുവരുമോ, ഞങ്ങൾ നല്ലത് ചെയ്യാം. അവിടെ നോക്ക്, പരലോകത്തിൻ്റെ ഭീകരത കണ്ടിട്ട്, നരകത്തെ നേർക്ക് നേരെ കണ്ടിട്ട് അത് അനുഭവിക്കാൻ തുടങ്ങിയപ്പം പറയാണ് ഞങ്ങളൊന്ന് പുറത്തു കൊണ്ടുവരുമോ, ഞങ്ങൾ നല്ലത് ചെയ്യാം. ഗൈറല്ലദീ കുന്നാ നഅമൽ, ഞങ്ങൾ ചെയ്യാത്ത അമലുകളൊക്കെ ഞങ്ങൾ ചെയ്യാമെന്നവർ പറയും. എന്നിട്ട് അടുത്ത വാചകം എന്താ അറിയും? അള്ളാഹ് ചോദിക്കും അവരോട്, അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ, നിനക്ക് ചിന്തിക്കാൻ ആയുസ് നൽകിയില്ലേ, പ്രവർത്തിക്കാൻ അവസരം തന്നില്ലേ, 50 കൊല്ലം ജീവിച്ചില്ലേ, 60 കൊല്ലം ജീവിച്ചില്ലേ, 40 കൊല്ലം ജീവിച്ചില്ലേ, എന്നിട്ട് എന്താ നീ ചെയ്തത്? പടച്ചോനെ നരകത്തു നിന്ന് പുറത്തു കൊണ്ടുവരും, ഞാൻ നല്ലത് ചെയ്യാമെന്ന് പറയും. അള്ളാഹ് ചോദിക്കാൻ 40 കൊല്ലം ജീവിക്കാൻ അവസരം തന്നില്ലേ, 50 കൊല്ലം ജീവിക്കാൻ അവസരം തന്നില്ലേ, എന്നിട്ട് എന്ത് ചെയ്തു? വജാഅകുമുൻ നദീർ, നിനക്ക് താക്കീതുകാർ വന്നില്ലേ, നിനക്ക് താക്കീതുകാർ വന്നില്ലേ, നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കും. ഫമാലിൽ ളാലിമീന മിൻ നസീർ, അക്രമികൾക്ക് യാതൊരുവിധ സഹായികളുമില്ല. പരലോകത്ത് ചെന്നാൽ അക്രമികൾക്ക് യാതൊരു സഹായി അവിടെ ഉണ്ടാവില്ല, ഒരാളുണ്ടാവില്ല. രക്ഷപ്പെടാൻ നമ്മളിരുത്ത അമല് വേണം. നിങ്ങൾ നോക്ക്, നരകം കാണുമ്പോൾ നമ്മൾ പറയണെന്താ? അമല് ചെയ്യാൻ അവസരം തരുമോ പടച്ചോനെ? കാരണം എന്താ? അമലുകൊണ്ടേ പരലോകത്ത് രക്ഷയുള്ളൂ. എന്നിട്ട് വീണ്ടും ഖുർആൻ പറയുന്നുണ്ട്, തകാദു തമയ്യസു മിനൽ ഗൈർ കുല്ലമാ ഉൽകിയ ഫീഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ അലം യഅതികും നദീർ. പരലോകത്ത് നരകത്തെക്കുറിച്ച് പറയാണ്. അവിടുന്ന് ചോദിക്കും, അലം യഅതികും നദീർ, നിങ്ങൾക്ക് താക്കീതുകാർ വന്നില്ലേ? ഖുർആൻ കിട്ടിയില്ലേ? ഇല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടിയില്ലേ? എന്നിട്ടും നിങ്ങൾ എന്താണ് ഇതൊന്നും സ്വീകരിക്കുകയും ഇതൊന്നും പഠിക്കുകയൊന്നും ചെയ്യാതെ? അപ്പോൾ അവർ പറയുന്ന വാചകം എന്താ അറിയോ? ഈ വാചകം നമ്മളും പറയേണ്ടി വരുമോ എന്നുള്ളൊരു പേടി നമ്മുടെ മനസ്സിൽ വേണം. എന്താ അവർ പറയണമെന്ന് അറിയോ? ഖാലു, അവർ പറയും, ബലാ ഖദ് ജാഅനാ, തീർച്ചയായും അവർ പറയും ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് നദീർ, താക്കീതുകാരി ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് റബ്ബേ. ഫകദ്ദബിനാ, ഞങ്ങൾ അവരെ കളവാക്കി റബ്ബേ. വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ഷൈഇൻ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ, ഒക്കെ കളവാക്കി തള്ളിക്കളഞ്ഞു. ഞങ്ങൾക്ക് താക്കീതുകാർ വന്നു, ഞങ്ങൾക്ക് താക്കീതുകാർ വന്നു, ഞങ്ങൾക്ക് വേദഗ്രന്ഥം ഞങ്ങളുടെ കയ്യിൽ കിട്ടി. അത് കിട്ടി, എന്താ അവസ്ഥ? ഖുർആൻ കിട്ടി. നിങ്ങളൊന്ന് ആലോചിച്ചു, ഇവിടെ ഇരിക്കുന്നവരോട് ചോദിക്കുകയാണ്, പരിശുദ്ധ റമദാനാണ്, പരിശുദ്ധ റമദാനിൻ ഖുർആനിൻ്റെ മാസമാണ്, എല്ലാവർക്കും അറിയാം. സത്യത്തിൽ നമ്മൾ എത്ര പേർക്ക് സ്വന്തമായിട്ട് ഖുർആനുണ്ട്? നമ്മളെ വീട്ടിൽ 5 ഖുർആനുണ്ടെങ്കിൽ 4 ഖുർആനുണ്ട്, അതൊക്കെ മക്കളെ ഖുർആനാണ്, ഓലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്. നമുക്കാർക്ക് സ്വന്തമായിട്ട് ഖുർആനില്ല, വലിയ പ്രശ്നമാണ്. നമുക്ക് സ്വന്തം നമ്മൾ അടയാളം വെക്കുന്ന ഒരു ഖുർആൻ നമുക്ക് വേണം, എപ്പോഴും നമ്മുടെ കൂടെ. നമ്മുടെ യാത്രയിൽ നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് നിൽക്കാൻ വേണ്ടി പോവുകയാണ്, നമ്മുടെ മൊബൈലുണ്ടെങ്കിൽ മൊബൈലിൽ ഓതുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്താ പറയുക, ഒരു വക്കാറോടുകൂടി ഒരു ഇബാദത്ത് ചെയ്യുകയാണെങ്കിൽ അതിൻ്റേതായ രീതിയുണ്ട്. ഇപ്പോൾ ഓതുവൊക്കെ എടുത്തിട്ട് ഖുർആൻ എടുത്തിട്ട് മുന്നിലിരുന്ന് ഓതുമ്പോൾ കിട്ടുന്നൊരു ഇഖ്ലാസും ഒരു ആസ്വാദനവും അത് മൊബൈലിൽ ഇരുന്നിട്ട് ഓതുമ്പോൾ നമുക്ക് കിട്ടില്ല. ഞാൻ പറയുന്നത് മൊബൈലിരുന്ന് ഓതൽ തെറ്റാണെന്നല്ല,
നമുക്ക് ഓതാം, ഒരു പ്രശ്നമില്ല. പക്ഷേ ശരിക്കും ഖുർആൻ എടുത്ത് ഓതുന്നതിൻ്റെ ഒരു എഫക്റ്റ്, ഒരു ഈമാൻ, ഒരു ആത്മീയമായ ചൈതന്യം അത് ചിലപ്പോൾ മൊബൈലിൽ ഓതുമ്പോൾ നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഖുർആൻ നമുക്ക് വേണം. എന്നിട്ട് ഖുർആൻ പറയുന്നുണ്ട്, വക്കാലു അവർ പറയും, ലൗ കുന്നാ നസ്മഅ, ഞങ്ങൾ കേട്ടിരുന്നുവെങ്കിൽ, ഔ നഅഖിൽ, ഞങ്ങൾ ചിന്തിച്ചിരുന്നുവെങ്കിൽ. ഏത്? നരകത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആ വാചകങ്ങൾ ഞങ്ങൾ കേട്ടിരുന്നുവെങ്കിൽ, ഞങ്ങൾ അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ, ഞങ്ങളൊന്ന് പഠിച്ചിരുന്നെങ്കിൽ, ഞങ്ങളൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, മാ കുന്നാ ഫി അസ്ഹാബി സഈർ, ഞങ്ങൾ ഈ നരകത്തിൽ പെടുകയായിരുന്നില്ല. എവിടുന്നാണ് പറയണത്? നരകത്തിൽ കിടന്നിട്ട് നമ്മൾ പറയും. അങ്ങനത്തെ ഒരു ദുരനുഭവം നമുക്ക് വരാതിരിക്കണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവിൽ പടച്ചോൻ തന്ന ആയുസ്സും ആരോഗ്യവും ഏറ്റവും നല്ല മാർഗത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വിനിയോഗിക്കണം. അങ്ങോട്ട് നോക്ക്, പരിശുദ്ധ റമദാൻ, ഈ ജീവിതം പടച്ചോൻ തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഇവിടെ കിട്ടുന്ന ഓരോ സെക്കൻഡും അത് വിലമതിക്കാനാവാത്ത സമ്പത്താണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നൊരു ഹദീസിൽ കാണാം, 3 ആളുകൾ അവർ ഒരാളെ അബൂ തൽഹത്ത് റളിയല്ലാഹു അൻഹു അവരെ ഏറ്റെടുക്കാൻ പിന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന 3 ആളുകൾ. അതിൽ 2 വ്യക്തികൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധീര രക്തസാക്ഷിത്വം വരിച്ചു. 3-ാമത്തെ വ്യക്തി 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് മരിക്കുന്നത്. അങ്ങനെ അബൂ തൽഹ റളിയല്ലാഹു അൻഹു സ്വപ്നം കാണാൻ. എന്താ സ്വപ്നം കാണുന്നത്? ഈ രക്തസാക്ഷിത്വം ഷഹീദായ ഈ 2 പേരെക്കാളും പടച്ചോൻ്റെ അടുത്ത് ഏറ്റവും സാമീപ്യം ലഭിച്ചത് സാധാരണ മരണം വരിച്ച വ്യക്തിക്ക്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു ഇടങ്ങാറ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വന്നിട്ട് പറഞ്ഞു, നബിയെ, സാധാരണ മരണം വരിച്ച വ്യക്തിക്കാണല്ലോ ഷഹീദിനേക്കാളും വലിയ കൂലി കിട്ടിയത്, അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചൊരു ചോദ്യം എന്താ? അയാൾ 1 കൊല്ലം കൂടെ, ഇവർ മരിച്ചിട്ട് 1 കൊല്ലം കൂടെ ജീവിച്ചില്ലേ? ജീവിച്ചു. അടുത്ത ചോദ്യം എന്താ അറിയോ? അയാൾക്കൊരു റമദാൻ കൂടെ കിട്ടിയില്ലേ? കിട്ടി. ഈ റമദാൻ മരിക്കുന്നതിന് മുമ്പ് പടച്ചോ നമുക്ക് തന്ന സമ്മാനം. നമ്മളെ റമദാൻ എങ്ങനെയായിരിക്കും എന്നറിയോ? ആദ്യത്തെ 10 എന്ന് പറഞ്ഞാൽ പള്ളി അങ്ങോട്ട് നിറഞ്ഞിട്ട് പള്ളി കമ്മിറ്റിക്കാരൊക്കെ തീരുമാനിക്കും, പിന്നെ നമുക്ക് പള്ളീൻ്റെ സൈഡിക്ക് കുറച്ച് സ്ഥലവും കൂടെ വാങ്ങിയിട്ട് വിശാലാക്കണം. 10 ദിവസം കഴിഞ്ഞാൽ ആൾക്കാർ പറയും, വേണ്ടട്ടോ ഈ പള്ളി തന്നെ മതി, ഇതന്നെ അധികമെന്ന് പറയും. ആദ്യത്തെ 10 എന്ന് പറഞ്ഞാൽ പള്ളി അങ്ങോട്ട് നിറയും, ഭയങ്കര നിറച്ചിലിരിക്കും. ഈ തറാവിക്ക് അങ്ങോട്ട് വന്നിട്ട് എല്ലാ ജമാഅത്തിനും ആളങ്ങോട്ട് നിറഞ്ഞിട്ട് ഭയങ്കര സജീവമായിരിക്കും. 2-ാമത്തെ 10 പകുതി ആളാവും. നിങ്ങൾ എഴുതി വെച്ചോളി, പള്ളിയിൽ വരുന്ന ആളുകൾ പകുതിയാവും. കാരണം എന്താ? 2-ാമത്തെ 10 എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന 10ആണ്. ഡ്രസ്സ് എടുക്കാൻ പോകുന്ന 10 നമ്മുടെ ഇബാദത്തുകളോടുള്ള നമ്മുടെ ഒരു കൺസെപ്റ്റാണ് ഞാൻ പറയുന്നത്. അവസാനത്തെ 10 എന്ന് പറഞ്ഞാലോ, 2-ാമത്തെ 10 നമ്മൾ എടുത്ത ഡ്രസ്സൊക്കെ മാറ്റിക്കാൻ കൊണ്ടുവന്ന 10ആണ് അവസാനത്തെ 10. അതോടുകൂടി എന്ത് ചെയ്തു? റമദാൻ കഴിഞ്ഞു. അവസാനത്തെ 10 എല്ലാ നാട്ടിലെയും ഏറ്റവും നല്ല ഷോപ്പുകളിലും മുഴുവനും നമ്മുടെ സഹോദരിമാരായിരിക്കും. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട അവസാനത്തെ 10. ഇവിടെ നാലോചിച്ചു, എന്തൊരു ദുരന്താണ്. ഇവിടെ നാലോചിച്ചു, പടച്ചു നമുക്ക് തന്ന ഏറ്റവും നല്ലൊരു അവസരമാണ് അമല് ചെയ്യാനുള്ളൊരവസരം. ഇനി മാത്രമല്ല, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ലോകത്ത് ഒരു സമൂഹത്തിനും കൊടുക്കാത്ത അനുഗ്രഹം പടച്ചു നമുക്ക് തന്നത്. ഇഞ്ചീലും തൗറാത്തും ഖുർആനും നൽകപ്പെട്ട സമൂഹത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മിമ്പറിൻ്റെ മുകളിൽ നിന്ന് പറയാണ്, തൗറാത്ത് നൽകപ്പെട്ടവർക്ക് രാവിലെ മുതൽ ഉച്ചവരെ അമല് ചെയ്യാനുള്ള അവസരം കൊടുത്തു. അവരുടെ ഒരു അമലിന് 1 കൂലി. ഇഞ്ചീൽ നൽകപ്പെട്ടവർക്ക് ഉച്ച മുതൽ അസർ വരെ അമൽ ചെയ്യാൻ അവസരം കൊടുത്തു. അവർ ചെയ്ത ഒരു അമലിന് 1 കൂലി. ഖുർആൻ നൽകപ്പെട്ട സമൂഹത്തിന് അസർ മുതൽ മഗ്രിബ് വരെ താരതമ്യേന ഏറ്റവും കുറഞ്ഞ സമയം ഖുർആൻ നൽകപ്പെട്ട സമൂഹത്തിന്. ഖുർആൻ നൽകപ്പെട്ട സമൂഹത്തിന് ആയുസ് കുറവാണ്, ആരോഗ്യം കുറവാണ്. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്, അവർ ചെയ്യുന്ന ഒരു അമലിന് 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ കൂലി. ആലോചിച്ചു, ഒരാൾ വുദു എടുത്തു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലു, സ്വർഗത്തിൻ്റെ 8 കവാടങ്ങൾ. സുബ്ഹാനല്ലാഹ്. ഒരാൾ ഖുർആനിൽ നിന്ന് ഒരു വരി, ഒരു അമലും ഞങ്ങൾക്ക് കൂലിയിട്ടിട്ടുണ്ട്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്ന ഏറ്റവും വലിയ ഫളിലാണത്
കുറഞ്ഞ അമല് ധാരാളം കൂലി. പരിശുദ്ധ റമദാൻ ഒരു ജമാഅത്തും നമുക്ക് നഷ്ടപ്പെടരുത്. ഒരു ജമാഅത്തും നമുക്ക് നഷ്ടപ്പെടരുത്. പരിശുദ്ധ റമദാനിൽ റവാത്തിബ് സുന്നത്തുകൾ നമുക്ക് വേണം. നമുക്ക് ളുഹാ നമസ്കാരം വേണം. നമുക്ക് ഷുറൂഖ്, ളുഹയും ഷുറൂഖൊക്കെ സമയത്തിൽ വ്യത്യാസം വരുമ്പോൾ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. ഷുറൂഖ് നിസ്കരിച്ചാൽ കഴിഞ്ഞു, അതാണ് ളുഹ. ഒരാൾ സുബഹിക്ക് പള്ളിയിൽ വന്നിട്ട് നിസ്കരിക്കുന്നു, നിസ്കാരം കഴിഞ്ഞിട്ട് ദിക്റുകൾ ദുആകൾ സൂര്യൻ ഉദിച്ച് ഉദയത്തിൻ്റെ ടൈം കഴിഞ്ഞൊരു 10 മിനിറ്റ് വരെ അവിടെ ഇരിക്കുക. ഒരു 10 മിനിറ്റ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നു, അയാൾ പോകുന്നു. അയാൾക്ക് ഹജ്ജ് ഉംറയും ചെയ്തതിൻ്റെ കൂലി. സുബ്ഹാനല്ലാഹ്. പാസ്പോർട്ടില്ല, വിസ ഇല്ല, തവാഫില്ല, സഅയില്ല, ജംറയിലുള്ള ഏറില്ല, മിനയിലുള്ള താമസമില്ല, അറഫയിൽ നിൽക്കണ്ട, മുസ്ദലിഫയിൽ രാപ്പാർക്കണ്ട, ഇതൊന്നുമില്ലാതെ ഹജ്ജ് ഉംറൻ്റെ കൂലി. അതാണ് ഇസ്ലാമിൻ്റെ പ്രത്യേകത, അതാണ് നമ്മുടെ പ്രത്യേകത. ആയുസ് കുറഞ്ഞവരാണ്, ആരോഗ്യം കുറഞ്ഞവരാണ്. എപ്പം മരിക്കും നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. മരിക്കുന്നതിന് മുമ്പ് സഹോദരങ്ങളെ, പടച്ചോൻ തന്ന അവസരം ഏറ്റവും നല്ല മാർഗത്തിൽ എന്ത് ചെയ്യണം? വിനിയോഗിക്കാൻ നമുക്ക് കഴിയണം. നിങ്ങൾ നോക്ക്, പരിശുദ്ധ റമദാനിൻ്റെ പ്രത്യേകത പറയുമ്പോൾ, നോമ്പിൻ്റെ പ്രത്യേകതകൾ പറയുമ്പോൾ ഇത് രണ്ടാണ്. നോമ്പും അതേപോലെ തന്നെ പരിശുദ്ധമായ റമദാനും നോമ്പും അത് രണ്ടാണ്. നോമ്പ് എന്ന് പറയുന്ന ഇബാദത്ത് സ്വതന്ത്രമായി പ്രത്യേകതകളുള്ളൊരു ഇബാദത്താണ്. റമദാൻ എന്ന് പറയുന്ന മാസം ഒരുപാട് പ്രത്യേകതകളുള്ളൊരു മാസമാണ്. ഈ 2 പ്രത്യേകതകളും ഈ 2 ഫളിലും ഒന്നിക്കുന്ന മാസമാണ് പരിശുദ്ധമായ റമദാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ മുന്നിൽ വെച്ചുകൊണ്ട് മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറയുന്നൊരു വാചകം കൂടെ ഞാൻ പറയാം. എന്താണെന്നറിയോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ, ജഅല ദുനിയ സലാസത്തു അജ്സാഇൻ, ദുനിയാവിനെ 3 ഭാഗമായിട്ട് തിരിച്ചു. ഞാനല്ലോട്ടോ പറയുന്നത്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് പറയണത് എന്താ പറയുക? ജുസ്ഉൻ ലിൽ മുഅ്മിൻ, ഒരു ഭാഗം മുഅ്മിനാണ്. ജുസ്ഉൻ ലിൽ മുനാഫിഖ്, ഒരു ഭാഗം മുനാഫിക്കിനാണ്. വജുസ്ഉൻ ലിൽ കാഫിർ, ഒരു ഭാഗം കാഫിറിനാണ്. മുഅ്മിന് കിട്ടിയ ഭാഗം കൊണ്ട് മുഅ്മിൻ എന്താ ചെയ്യുന്നത്? ഫൽ മുഅ്മിനു യതസവ്വദ്, മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അവൻ ആഖിറത്തിന് വേണ്ടി സമ്പത്തുകളെ ശേഖരിക്കുന്നു. മുഅ്മിന് ദുനിയാവ് കിട്ടിയ ഓഹരി കൊണ്ട്, അത് സമ്പത്താണെങ്കിലും എന്താണെങ്കിലും ആ ഓഹരി കൊണ്ട് എന്ത് ചെയ്യുന്നു? അവൻ ആഖിറത്തിന് വേണ്ടി പണിയെടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മുഅ്മിനീങ്ങളിൽ ഏറ്റവും ബുദ്ധിമാൻ ആരാണ്? മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർക്കുകയും മരണാനന്തര ജീവിതത്തിന് വേണ്ടി ഏറ്റവും നന്നായി പണിയെടുക്കുകയും ചെയ്യുന്നവനാണ് ഏറ്റവും ബുദ്ധിമാൻ. അതാണ് ഒരു മുഅ്മിൻ അവൻ്റെ ദുനിയാവ് കിട്ടിയ ഓഹരി കൊണ്ട് അവൻ ചെയ്യുന്നത്. മുനാഫിക്ക് എന്ന് പറഞ്ഞാലോ, അവൻ യതസയ്യനു, പുറമോടിക്ക് വേണ്ടി പലതും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പുറമോടിയാണ്. ആളുകൾ കാണുക, ആളുകൾ കേൾക്കുക, ആളുകൾ ഇരുത്തുന്ന കയ്യടി കിട്ടുക, ആളുകളുടെ അടുക്കൽ സ്വീകാര്യത, സമൂഹത്തിൽ വലിയ ആളാകുക, ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ, വേറൊന്നും ഉണ്ടാവില്ല. 3-ാമത്തെ കാഫിർ, അവനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക? യതമത്ത, സുഖിക്കുക എന്നതിനപ്പുറത്തേക്ക് വേറൊന്നും ഉണ്ടാവില്ല. റമദാനായിട്ടും നമ്മളെ മൊബൈലിനൊന്നും ഒരു നിയന്ത്രണവും ഇല്ലെങ്കിൽ, നമ്മുടെ സ്ക്രീൻ ടൈമൊക്കെ ഒന്ന് കുറക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അപകടകരമാണ്. കഫർ എന്ന് പറഞ്ഞാൽ അവൻ സുഖിക്കുക, അത് മാത്രമേ ഉള്ളൂ. ഈ 3-ലേതായിരിക്കും നമ്മൾ എന്നത് ഈ റമദാൻ കൊണ്ട് ചിന്തിക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. പരിശുദ്ധ റമദാൻ നാളെ പരലോകത്ത് നമുക്ക് സ്വർഗം നേടിത്തരുന്ന, നരകത്തിൽ നിന്ന് നമ്മുടെ മുഖത്തെ അകറ്റാൻ സാധിക്കുന്ന ഏറ്റവും നല്ലൊരു ഇബാദത്താണ് എന്ന ബോധ്യവും നമ്മുടെ മനസ്സിലുണ്ടാകണം. മരിക്കുന്നതിന് മുമ്പ് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം ഏറ്റവും ഹൈറാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. ആയുസ് തന്ന, ആരോഗ്യം തന്ന, ഈ ജീവിതം തന്ന റബ്ബിന് ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം. എപ്പോഴും നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കണം മരിക്കുന്നത് വരെ. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവിന് കൊടുത്തൊരു ഉപദേശമാണ്. നമുക്കൊക്കെ അറിയാവുന്ന പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. മനസ്സെന്ന് പറയുന്നത്, ഖൽബ് എന്ന് പറയുന്നത് അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. എങ്ങനെ മാറും, ഏത് രീതിയിൽ മാറും നമുക്ക് പറയാൻ പറ്റില്ല. ഈ കഴിഞ്ഞ ദിവസം വെഞ്ഞാറമൂടിൽ കൊല ചെയ്യപ്പെട്ട അഫ്വാൻ ഉണ്ടല്ലോ, നാട്ടുകാരൊക്കെ പറയണത് നല്ല കുട്ടിയാണ്. എങ്ങനെ ആ ഖൽബ് മാറി നമുക്ക് പറയാൻ പറ്റില്ല. താമരശ്ശേരിയിൽ ഒരു കുട്ടിയെ ക്രൂരമായി കൊല ചെയ്യുന്നു. ആരാ കൊന്നത്? കുട്ടികളാണ്.
ഒരു മനുഷ്യൻ്റെ മനസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പടച്ചവനോട് എപ്പോഴും നമ്മൾ പറയണം, നന്മയുടെ മാർഗത്തിൽ നിലനിൽക്കാൻ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത്ത് കൽബി അലാ ദീനിക്. നമ്മളെ മക്കളെ എപ്പോഴും നമ്മൾ ചേർത്ത് നിർത്തണം. അമ്മമാരോട് അവസാനിപ്പിക്കുമ്പോൾ എനിക്കൊന്ന് പറയാനുള്ളത് എന്താ അറിയോ, പടച്ചോന് മനുഷ്യന്മാർക്കൊക്കെ കൊടുക്കുന്നൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്. അതെന്താണെന്നറിയോ? പല രൂപത്തിലുള്ള പ്രൊട്ടക്ഷൻ, പ്രാർത്ഥനകൾ, ഇതൊക്കെ ഉണ്ട്. പക്ഷേ പടച്ചോൻ ഉമ്മമാരുടെ കൈകളിൽ ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് മക്കളുടെ പ്രൊട്ടക്ഷനാണ്. അതെന്താണെന്നറിയോ? ഒരിക്കലും പടച്ചോൻ തട്ടിക്കളയാത്തൊരു പ്രാർത്ഥന. ഞാനെപ്പോഴും എൻ്റെ പ്രസംഗത്തിൽ പറയലുണ്ട്, നമ്മൾ ഗൾഫിലേക്കൊക്കെ പോകുമ്പോൾ പിന്നെ അവസാനം എല്ലാവരെയും കെട്ടിപ്പിടിച്ച് യാത്ര പറയുമ്പോൾ അവസാനം ഉമ്മൻ്റെ കൈയാണ് അവസാനം ഉമ്മനെയാണ് കെട്ടിപ്പിടിക്കുക. ഉമ്മനെ കെട്ടിപ്പിടിക്കുമ്പോൾ ഉമ്മനെ കെട്ടിപ്പിടിച്ചിട്ട് നമ്മൾ പറയും, ഉമ്മച്ചിയെ പോവുകയാണ്, പ്രതീക്ഷയൊന്നുമില്ല, നിങ്ങൾ ദുആ ചെയ്യണ്ടേ. ഉമ്മ തിരിച്ച് പറയണൊരു മറുപടി ഉണ്ട്, എൻ്റെ കുട്ടി പോയിക്കോ, എൻ്റെ കുട്ടീൻ്റെ ഒക്കെ ശരിയാവും, ഞാൻ പ്രാർത്ഥിക്കും, ഒക്കെ ശരിയാവും. ലോകത്തൊരു മനുഷ്യനും നമുക്ക് തരാൻ പറ്റാത്തൊരു കോൺഫിഡൻ്റാണത്. ഒരാൾക്കും തരാൻ പറ്റില്ല, അത് ഉമ്മക്ക് മാത്രം. ഉമ്മമാരോട് ഞാൻ മനസ്സറിഞ്ഞ് പറഞ്ഞാൽ, നിങ്ങളെ മക്കൾക്ക് വേണ്ടി മുസല്ലയിലിരുന്നിട്ട് മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യും. ഓള് ഫുൾ A+ കിട്ടണമെന്നല്ല നിങ്ങൾ ദുആ ചെയ്യേണ്ടത്. അത് നിങ്ങൾ പറഞ്ഞോളി, എനിക്കൊപ്പമൊന്നുമില്ല. മറിച്ച് എന്താ അറിയോ, എൻ്റെ മക്കളെ ഏറ്റവും നല്ല ദീനുള്ള സ്വാലിഹീങ്ങളായ മക്കളാക്കണേ പടച്ചോനെ. മക്കൾ മുഖേന ദുനിയാവിൽ അപമാനിതരാകുന്നൊരവസ്ഥ പടച്ചോനെ ഞങ്ങൾക്ക് തരരുത്. അത്തരം ദൗർഭാഗ്യവാന്മാരിൽ ഞങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കണം മനസ്സറിഞ്ഞ്. മക്കൾ ദീന് പഠിക്കാൻ. ഇതെന്താ അറിയോ, എന്ത് നമുക്ക് കിട്ടിയാലും ഏത് രംഗത്ത് നമ്മളെ മക്കൾ പോയാലും അവിടെയൊക്കെ ഓൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റണമെങ്കിൽ പടച്ചോൻ്റെ ഒരു തൗഫീക്ക് വേണം. ആ തൗഫീക്ക് എവിടെ നിന്നാണ് കിട്ടുകയെന്നറിയോ? അത് പടച്ചോൻ കൊടുക്കണം. അത് കൊടുക്കണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? നമ്മൾ പടച്ചോനോട് ചോദിക്കണം. ഈ പ്രാർത്ഥന എന്ന് പറയുന്നിടത്തിൽ പണ്ഡിതന്മാർ പറയുന്നത് എന്താ അറിയോ, പിന്നെ ഈ കുട്ടികളൊക്കെ വാശി പിടിച്ചിട്ട് നമ്മളെ കൊണ്ട് സാധനങ്ങൾ വാങ്ങിപ്പിക്കുമല്ലോ, എനിക്കത് കിട്ടിയേ പറ്റുള്ളൂ, എനിക്കതെന്തായാലും വേണം 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ശല്യം സഹിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കുട്ടി അതുപോലെ നമ്മൾ ചോദിച്ച് വാങ്ങണം പടച്ചവനോട് നമ്മുടെ ഓരോ കാര്യങ്ങളും. അതുകൊണ്ട് ഈ റമദാൻ എന്ന് പറയുന്നത് പ്രാർത്ഥിക്കാനുള്ളൊരു, നോമ്പുകാരൻ്റെ പ്രാർത്ഥന പടച്ചോൻ തട്ടിക്കളിയില്ല. നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ പടച്ചവനോട് പ്രാർത്ഥിച്ചാൽ അതൊരിക്കലും പടച്ചോൻ തട്ടിക്കളിയില്ല. അത്ര നല്ല അവസരമാണ്. ഇതൊക്കെ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ ഏറ്റവും നല്ല രൂപത്തിൽ റമദാൻ ഉപയോഗപ്പെടുത്താൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വിസ്ഡം സ്റ്റുഡൻസ് നമുക്ക് മുന്നിൽ വെച്ച് തരുന്ന ഏറ്റവും നല്ലൊരു അവസരമുണ്ട്, ഈദ് ഗിസ്വ. നമ്മളൊക്കെ പെരുന്നാളിൻ്റെ നല്ല ഡ്രസ്സിട്ട് നടക്കുമ്പോൾ, നമ്മുടെ മക്കളുടെ ഡ്രസ്സിട്ട് നടക്കുമ്പോൾ ഇവിടുത്തെ പാവപ്പെട്ട ഒരുപാട് മക്കളുണ്ട്. ആ മക്കൾക്ക് ഒരു കുട്ടിക്ക് 1300 രൂപയാണ് വരുന്നത്. ഇത് പറയുമ്പോൾ ഒന്നുകൂടെ എനിക്ക് ചേർത്ത് പറയാനുള്ള എന്തറിയോ, ഈ നമ്മളൊക്കെ കാണുമ്പോൾ ആരും ഡ്രസ്സൊന്നും എടുക്കാൻ പറ്റാത്ത പ്രയാസമുള്ള ആൾക്കാരൊന്നും ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഉണ്ടല്ലോ, നമ്മളങ്ങോട്ട് ഇറങ്ങിച്ചെന്നുണ്ടല്ലോ, ചില ഏരിയയിലൊക്കെ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ, റമദാൻ്റെ കിറ്റൊക്കെ കൊടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ചില വീടൊക്കെ കാണുമ്പോൾ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാവും. ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്, താനാളൊരു ഉള്ളിൻ്റെ ഉള്ളിൽ വീട്ടിൽ ചെന്നപ്പോൾ വാപ്പക്ക് ക്യാൻസറാണ്, ഉമ്മ തളർവാദം ബാധിച്ച് കിടക്കുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഞങ്ങൾ റമദാനിൽ കിറ്റ് കൊണ്ടുകൊടുത്താണ്. അയാൾ പോരാൻ നേരത്തെ അയാൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എല്ലാ പെരുന്നാളിനും ഞങ്ങൾ കുട്ടിയൊക്കെ ഡ്രസ്സൊക്കെ എടുത്തു കൊടുക്കലുണ്ട്, പക്ഷേ ഈ പെരുന്നാളിന് എങ്ങനെയാണ് കുട്ടിയൊക്കെ ഡ്രസ്സ് എടുത്തു കൊടുക്കാമെന്ന് അറിയില്ല ഉസ്താദ്, എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടാവുമെന്ന്. സത്യം പറഞ്ഞാലുണ്ടല്ലോ, അവിടെ ഇരുന്ന് നമുക്ക് അങ്ങോട്ട് കണ്ണെന്ന് കണ്ണീര് വരും. നമ്മളെ മക്കൾക്ക് ഒരു ഡ്രസ്സല്ല 2 ഡ്രസ്സാണ്. അപ്പോൾ ഒരു ഡ്രസ്സ് പോലും എടുക്കാൻ പറ്റാത്ത 10,000 കുട്ടികൾ ഇവിടെ ഉണ്ട്. അവർക്ക് നമ്മൾ കൊടുക്കണം. അവർക്ക് നമ്മളല്ലാതെ വേറെ ആരാ കൊടുക്കുക? ഇവിടെ ആലോചിച്ച്, നമ്മളല്ലാതെ വേറെ ആരാ കൊടുക്കുക? അവർക്ക് നമ്മൾ കൊടുക്കണം. അപ്പോൾ 1300 രൂപ, എനിക്കൊരു 1300 രൂപ എനിക്ക് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ എനിക്കൊരു 5 മക്കൾക്ക് കൊടുക്കാൻ പറ്റും. എനിക്കൊരു കോൺഫിഡൻ്റാണ്, എനിക്ക് കൊടുക്കാൻ പറ്റും, ഞാനത് കൊടുക്കും. അങ്ങനെ ഓരോരുത്തരും തീരുമാനിച്ചാൽ ഇവിടുത്തെ ഒരു പാവപ്പെട്ട കുട്ടിയും പെരുന്നാളിൻ്റെ ഡ്രസ്സില്ലാതെ ഉണ്ടാവില്ല. ഇത് ഏറ്റവും അർഹരിലേക്ക് വളരെ സൂക്ഷ്മമായിട്ടാണ് ഇതെത്തുന്നത് എന്ന കാര്യം കൂടി ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഹൈറായ രീതിയിൽ റമദാനിനെ ഉപയോഗപ്പെടുത്താനും അതിൻ്റെ നന്മകൾ ലഭിക്കുന്ന റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ സൗഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.